ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് ദാവീദിൻ്റെ കോട്ടയെ എന്ന വിശേഷണത്തെക്കുറിച്ചാണ്. കോട്ടകൾ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്. ലോക ചരിത്രത്തിലുടനീളം സുരക്ഷിതത്വത്തിനും ഭദ്രതയ്ക്കും വേണ്ടി രാജാക്കന്മാർ കോട്ടകൾ നിർമ്മിക്കുന്നത് കാണാം. ഈ നൂറ്റാണ്ടിലും അത് തുടരുന്നു. ബൈബിളിലും കോട്ടകളെപ്പറ്റിയും വേലികളെപ്പറ്റിയുമുള്ള പരാമർശങ്ങളുണ്ട്. ഇസ്രായേൽ ഹെബ്രോനിൽ ദാവീദിൻ്റെ അടുക്കൽ ഒന്നിച്ചുകൂടി പറഞ്ഞു, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്. സാമുവേലിലൂടെ കർത്താവ് അരുളിച്ചെയ്തതനുസരിച്ച് അവർ ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു. അനന്തരം ദാവീദും ഇസ്രായേല്യരും ജെറുസലേമിലേക്ക് പോയി. ജബൂസ് എന്നാണ് ജെറുസലേം അറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ നിവാസികൾ ജെബ്യൂസർ എന്നും. നീ ഇവിടെ കടക്കുകയില്ല എന്ന് ജെബ്യൂസർ ദാവീദിനോട് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു. അതാണ് ദാവീദിൻ്റെ നഗരം. സിയോൻ കോട്ടയിൽ ദാവീദ് താമസിച്ചിരുന്നതിനാൽ അതിൽ ദാവീദിൻ്റെ നഗരം എന്ന പേര് വന്നു. പിന്നെ അവൻ നഗരത്തെ മില്ലോ മുതൽ ചുറ്റും പണിതുറപ്പിച്ചു. ഇതുപോലെ മറിയം തിന്മയ്ക്കെതിരെയുള്ള സുരക്ഷിത കോട്ടയാണ്. ദാവീദ് സുരക്ഷിതമായി കോട്ട കെട്ടി അവിടെ താമസമാക്കി. ഇതിൽ നിന്നും മറിയം ദാവീദിൻ്റെ വംശജയാണെന്ന വിശേഷണവും മറിയത്തിന് നൽകാനിടയായി.